അഭിഷേകം, ഞാൻ ഇന്ന് വീക്കെൻഡൊക്കെ അല്ലേ ഒരു ബിരിയാണി ഉണ്ടാക്കി തന്നാലോ എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ചിരിക്കണ്ട, ആന്ധ്രാപ്രദേശിൽ നിന്ന് കേൾക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ബിരിയാണി സാധാരണ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് സ്പൈസസ് ഒക്കെയാണ് ഇടാറ്. പക്ഷേ ആന്ധ്രാപ്രദേശിലെ ലക്ഷ്മി മാധുരി എന്ന സ്ത്രീ തൻ്റെ സ്വന്തം ഭർത്താവിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തപ്പോൾ ശക്തമായ രീതിയിൽ ഉറക്ക ഗുളിക പൊടിച്ച് ചേർത്ത് കൊടുത്തു. അങ്ങനെ ആ ഭർത്താവ് മരണപ്പെട്ടു. ചെയ്തത് കാമുകന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് മനസ്സാണല്ലേ ആൾക്കാരുടെ. ആന്ധ്ര ബിരിയാണി വളരെ പ്രശസ്തമായ ഒരു വിഭവമാണ്. അപ്പോൾ ആന്ധ്ര ബിരിയാണിയിൽ ഉറക്കമരുന്ന് പൊടിച്ച് കലർത്തി സ്വന്തം ഭർത്താവിനെ, കാമുകനെ കൊല്ലാനിട്ട് കൊടുത്തൊരു ഭാര്യയുടെ കഥയാണ്. ജനുവരി 19 ഗുണ്ടൂരിനടുത്ത് സിലുവൂർ എന്ന് പറയുന്നൊരു ഗ്രാമം. ഈ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്ന് രാവിലെ 4 മണിയോടെ അത്യുച്ചത്തിലുള്ളൊരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടു. ഗ്രാമവാസികൾ ഓടിക്കൂടുന്നു. അവിടെ ഒരു സ്ത്രീ, തൻ്റെ ഭർത്താവ് അകത്തെ കട്ടിലിൽ മരിച്ചു കിടക്കുന്നു, അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്നാണ് ഈ ഗ്രാമവാസികളോട് പറയുന്നത്. അങ്ങനെ ഗ്രാമവാസികൾ സ്വാഭാവികമായിട്ടുള്ളൊരു മരണമായി കണ്ട് ആ ഒരു മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കിടെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ചെവിയിലും മൂക്കിലും അസ്വാഭാവികമായി ചില ചോരപ്പാടുകൾ കാണാനുണ്ടായി. ആ ചോരപ്പാടുകൾക്ക് പിന്നാലെ കൂടിയ ചില സംശയങ്ങൾ മറനീക്കിയതൊരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥയാണ്. അത് ലോകം ശിവനാഗരാജു എന്ന 47 വയസ്സുകാരനായ ഒരു ഉള്ളി വ്യാപാരിയാണ്. ഇയാൾക്ക് ഉള്ളി ബിസിനസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഗുണ്ടൂരിൽ. ഇയാളുടെ ഭാര്യ മാധുരി, ലക്ഷ്മി മാധുരി എന്നാണ് അവരുടെ പേര്. 35 വയസ്സാണ്. നാഗരാജുവിന് 47 വയസ്സും മാധുരിക്ക് 35 വയസ്സും. ഇരുവരും തമ്മിലുള്ള വിവാഹം 2007 കഴിയുന്നത്. 2007 വിവാഹത്തിന് ശേഷം ഇരുവർക്കും 2 ആൺമക്കളുമുണ്ട്. അങ്ങനെ ഗുണ്ടൂരിലെ സിലുവൂർ ഗ്രാമത്തിലെ ഈ വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെ ആണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലക്ഷ്മി മാധുരി വിജയവാഡയിലെ ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ജോലിയാണ് ചെയ്തു വന്നിരുന്നത്. അതേസമയം ലോകം ശിവനാഗരാജു ചെയ്തു വന്നിരുന്നത് ഉള്ളി ബിസിനസ്സുമാണ്. അങ്ങനെ ഇതിനിടെ ഇവർക്ക് ഈ വിവാഹേതര ബന്ധം ഒന്നുണ്ടായി. അങ്ങനെ കൊണ്ടവീട്ടി ഗോപി എന്ന് അറിയപ്പെടുന്ന ഒരു 35 വയസ്സുകാരനുമായിട്ട് ഈ ലക്ഷ്മി മാധുരിക്ക് ഒരു എക്സ്ട്രാ മരീഷ്യൽ അഫെയർ ഉണ്ടാകുന്നു. അങ്ങനെ ആ ബന്ധം ഇയാൾ അറിയുന്നു, ലോകം ശിവനാഗരാജു അറിയുന്നു. ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നു. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. ഇത് ഏകദേശം ഒരു 6-7 വർഷത്തോളമായി ഇരുവരും തമ്മിലുള്ള ബന്ധം തുടർന്നു പോരുന്നുണ്ട്. ഇയാൾ ഉള്ളി വ്യാപാരിയാണെന്ന് പറഞ്ഞു. ഈ ഒരു ജോലി തൻ്റെ ഭർത്താവ് ചെയ്തു വന്നിരുന്നത് തങ്ങളുടെ കുടുംബ മഹിമയ്ക്ക് കോട്ടം തട്ടുമെന്നൊരു വിശ്വാസം ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ഭർത്താവ് 47 വയസ്സുകാരനാണ്, ഭാര്യ 35 വയസ്സാണ്. അങ്ങനെ ഇയാളുടെ ഈ ജോലി വിടണം, മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്നൊരാവശ്യം ഇവർ നിരന്തരം ഭർത്താവിനെ ഈ ഒരു കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവർ മറ്റൊരു പോംവഴി, ഈ ഭർത്താവിൻ്റെ ജോലി കാര്യത്തിൽ മറ്റൊരു പോംവഴി ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായിരുന്നു ഈ ഇവരുടെ കാമുകനായ കൊണ്ടേവീട്ടി ഗോപി ഹൈദരാബാദിൽ നടത്തിക്കൊണ്ടിരുന്ന കാർ ട്രാവൽസിലേക്ക് ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ഡ്രൈവറുടെ സ്ഥാനത്തേക്ക് തൻ്റെ ഭർത്താവിനെ പറഞ്ഞയക്കുകയാണ് മാധുരി ചെയ്തത്. അതിനുശേഷം തൻ്റെ ഭർത്താവിൻ്റെ ശല്യം ഒഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ കാമുകനുമായിട്ട് സ്വൈര്യവിഹാരം നടത്താം എന്നവർ കണക്ക് കൂട്ടി. അതുപ്രകാരം ഈ ഭർത്താവായിട്ടുള്ള ശിവം നാഗരാജുവിനെ ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനുശേഷം ഇരുവരും തങ്ങളുടെ കാര്യങ്ങളൊക്കെ, ദൈനംദിന കാര്യങ്ങളൊക്കെ ഈ ഗുണ്ടൂരിലെ ഈ സിലുവൂർ ഗ്രാമത്തിലെ വീട്ടിൽ നടത്തി വന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ നാഗരാജു അവിടുത്തെ ഹൈദരാബാദിലെ കാർ ട്രാവൽസിലെ ജോലി മതിയാക്കി ഇയാൾ നാട്ടിലേക്ക് തിരികെ വരുന്നത്. ഈ നാട്ടിലേക്ക് തിരികെ വന്ന് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാമെന്നൊരു കണക്ക് കൂട്ടലിലാണ് ഇയാൾ നാട്ടിലേക്ക് തിരികെ പോരുന്നത്. എന്നാൽ ഇയാളുടെ വരവോടെ ഇവരുടെ പദ്ധതികളെല്ലാം പാളി. ഭർത്താവ് സദാസമയം വീട്ടിലുണ്ട്. തനിക്കും കാമുകനും തൻ്റെ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്ന സ്വൈര്യവിഹാരത്തിന് ഒരു വിഘാതമായിട്ടാണ് ഇപ്പോൾ ഭർത്താവ് കയറി വന്നിരിക്കുന്നത്. ഇയാളുടെ ശൈല്യം ഇനിയും തുറന്നു പോയാൽ കാമുകനെ, അല്ലെങ്കിൽ കാമുകന് കാമുകിയെ, അല്ലെങ്കിൽ കാമുകിക്ക് കാമുകനെ നഷ്ടപ്പെടും എന്നൊരു ഭീതി 2 പേരുടെയും ഉള്ളിലുണ്ടായി. അങ്ങനെയാണ് ഇയാളെ ഇല്ലാതാക്കിയതിന് ശേഷം ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് ഈ ഒരു കൊലപാതക വഴി ഇവർ തിരഞ്ഞെടുത്തത്. അതുപ്രകാരം 2025 ജനുവരി 18 ഉച്ചയോടെ ഈ ശിവം നാഗരാജുവിന് പ്രിയപ്പെട്ട ബിരിയാണി വീട്ടിൽ ഒരുക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ലക്ഷ്മി മാധുരി വീട്ടിൽ ബിരിയാണി വെക്കുന്നു. ബിരിയാണിയിൽ 30ഓളം സ്ലീപ്പിംഗ് പിൽസ്, ഉറക്ക ഗുളിക 30ഓളമാണ്, ഓവർഡോസാണ്. കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെ സ്ലീപ്പിംഗ് പിൽസ് ഒരു പരിധിയിൽ കൂടുതൽ അളവ് ഉണ്ടെങ്കിൽ പോലും അത് വളരെ വിപത്താണ്. മദ്യത്തിലോ മറ്റെന്തെങ്കിലും പാനീയത്തിലോ കലക്കി കൊടുത്താലും ഇത് വലിയ രീതിയിൽ ഒരു മനുഷ്യൻ്റെ മരണത്തിലേക്ക് വരെ തള്ളിവിടാൻ കാരണമാകുന്ന ഒരു വസ്തുവാണ്. അങ്ങനെ ഇരിക്കെ 30ഓളം സ്ലീപ്പിംഗ് പിൽസ് ബിരിയാണിയിൽ പൊടിച്ച് ചേർത്ത് ഇവർ ഭർത്താവിന് ഉച്ചയൂണ് വിളമ്പി. ഇത് തൻ്റെ ഭാര്യ
ഏതാനും നാളുകളായി ഹൈദരാബാദിലാണ്, തിരികെ ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. അങ്ങനെ ഭാര്യയെ ഒരുക്കി തന്ന സ്നേഹവിരുന്ന് ആ ഭർത്താവ് നിറഞ്ഞ മനസ്സോടെ കഴിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഉറക്കഗുളിയാണ് കഴിച്ചത്. നന്നായിട്ട് ഉറക്കം വരും. അങ്ങനെ ഉറങ്ങാനായിട്ട് കിടപ്പുമുറിയിലേക്ക് പോകുന്നു. ഇയാൾ ഗാഢനിദ്രയിലേക്ക് വീഴുന്നു. ഉറക്കഗുളിക കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉറക്കം പിടിച്ചു. ഒരു അബോധാവസ്ഥ എന്നൊക്കെ പറയേണ്ടി വരുന്ന തരത്തിലേക്ക് ഇയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അന്ന് രാത്രി 11:30 ഈ ഇവരുടെ കാമുകനായിട്ടുള്ള കൊണ്ടേനപ്പള്ളി ഗോപി ഈ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഈ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇവർക്ക് ഈ ആളെ, ഇവരുടെ ഭർത്താവിനെ, ലക്ഷ്മിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 11:30 ഗോപി വീട്ടിലേക്ക് വരുന്നു. ഇരുവരും ചേർന്ന് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ഗോപി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നേരെ ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മലന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് മലർന്നു കിടക്കുകയാണ് ഇയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് ഇയാൾ കനങ്ങാൻ പോലും ആവാത്ത വിധം ഇയാളെ പൊതിഞ്ഞു വെച്ചു. ഒരു മനുഷ്യൻ അയാൾ അത്യാവശ്യം ആചാനബാഹുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇയാളുടെ മുകളിൽ ഗോപി കയറിയിരുന്നിട്ട് ഇയാൾ കനങ്ങാൻ പോലും ആവാത്ത, ഇനി ഉറങ്ങുകയാണ്, ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ചിലപ്പോൾ അയാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കാത്ത വിധം ഇയാൾ ഈ പൊക്കത്ത് നെഞ്ചിൽ കയറിയിരുന്ന് അങ്ങനെ കൈയും കാലും ചേർത്ത് പിടിച്ചു വെച്ചു. ഈ ഭാര്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തലയണ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭർത്താവിൻ്റെ, ശിവം നാഗരാജുവിൻ്റെ ശ്വാസം മുട്ടിച്ചു. അങ്ങനെ ഇയാൾ അധികം പ്രതികരണമൊന്നും ഉണ്ടായില്ല, കാരണം 30ഓളം ഉറക്കഗുളികയാണ്. അങ്ങനെ ഇയാൾ മരണപ്പെടുന്നു. അതിനുശേഷം ഈ ഗോപി ആ വീട്ടിൽ നിന്ന് പോകുന്നു. അതിനുശേഷം പിറ്റേ ദിവസം 19-ാം തീയതി രാവിലെ 4 മണിയോടെ, ആ 4 മണി വരെ ഇവർ ചെലവഴിച്ച കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. ഇവർ ആ മൃതദേഹത്തിന് സമീപത്തിരുന്ന്, തൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് അശ്ലീല വീഡിയോകൾ കണ്ടു എന്നാണ് പോലീസ് പറയുന്നത്. ഈ രാജ്യാന്തര മാധ്യമങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഈ ഒരു വിഷയം പുറത്തു വിടുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിലും ഈ ഒരു വിഷയം വാർത്തയാണ്. ഇവർ പറയുന്നത്, ഈ ഭർത്താവിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് ഈ രാത്രി വെളുക്കുവോളം ഇവർ അശ്ലീല വീഡിയോകൾ കണ്ടു, ലക്ഷ്മി മാധുരി. അതിനുശേഷം 4 മണിയോടുകൂടി ഇവർ വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ ബഹളമുണ്ടാക്കി നാട്ടുകാരെയും ബന്ധുക്കാരെയും ഒക്കെ വിളിച്ചുകൂട്ടി. തൻ്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു, അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ വന്ന് നോക്കൂ എന്നാണ് ഇവരോട് പറയുന്നത്. അങ്ങനെ നാട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും ഓടിക്കൂടി ഇയാളുടെ മരണമാണ്, ആ വീട്ടിൽ ആൾ കൂടും. അങ്ങനെ ശവസംസ്കാര ചടങ്ങുകൾക്കിടെ പോലും ഒരു ഭാര്യ ഭർത്താവിൻ്റെ വിയോഗം അറിഞ്ഞ് ദുഃഖിക്കുന്നത് എങ്ങനെയാണോ അതേ സ്വാഭാവികമായിട്ടുള്ള രീതി തന്നെയാണ് ഇവരും പിന്തുടർന്നു വെച്ചത്. വൃത്തിയായിട്ട് അഭിനയിച്ചു. ഒരു ഭാര്യയെ വിശ്വസിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം തയ്യാറാക്കി പോകുമ്പോൾ അയാളറിയില്ല തൻ്റെ ഭാര്യ തനിക്ക് കൊല്ലാനുള്ള കൊലച്ചോറാണ് വിളമ്പി വെച്ചിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഇവർ ഈ സംസ്കാര ചടങ്ങുകളിലും ഭംഗിയായി അഭിനയിച്ചു. ഇതിനിടെ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കാർക്കുമൊക്കെ ഇവരുടെ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, ഈ കൊണ്ടേവീട്ടി ഗോപിയുമായിട്ടുള്ള ഇവരുടെ അവിഹിത കഥകളൊക്കെ ഏറെക്കുറെ അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് മുൻപ് വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതും ഇവരെ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറഞ്ഞതുമൊക്കെ ആ നാട്ടിലെ ഗ്രാമവാസികൾക്കൊക്കെ ഏകദേശം അറിയാം. അതുകൊണ്ട് തന്നെ ഇയാളുടെ പെട്ടെന്നുള്ള ആരോഗ്യവാനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സംശയമുണ്ടാകും. അങ്ങനെ ഈ അന്ത്യകർമ്മങ്ങൾക്കിടെ ബന്ധുക്കൾ, ഇദ്ദേഹത്തിൻ്റെ പിതാവുണ്ട്, ബാക്കിയുള്ള ബന്ധുക്കളുണ്ട്. അപ്പോൾ ഇവർ മൃതദേഹത്തിൽ നോക്കുമ്പോൾ ചെവിയിലും മൂക്കിലും രക്തം ഏകദേശം ഒലിച്ചിറങ്ങുന്നു. അങ്ങനെ ഇവർക്കൊരു സംശയം തോന്നുന്നു. അതിൻ്റെ പ്രകാരം നേരെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ഇയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ നെഞ്ചിലെ വാരിയലുകളുണ്ട്, 3 റിബ്സ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഒടിഞ്ഞു പോയത് കൂടാതെ സഫോക്കേഷനാണ് മരണത്തിന് കാരണം. അതായത് ശ്വാസം മുട്ടിയാണ് ഇയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഹൃദയാഘാതം എന്നുള്ളൊരു സാധനം അവിടെ നടന്നിട്ടേ ഇല്ല. അങ്ങനെയാണ് പോലീസ് നേരെ മംഗളഗിരി റൂറൽ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ പോലീസ് നേരെ ഇവരെയാണ് ആദ്യം, ആ വീട്ടിൽ ആ മരണം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു സ്ത്രീ മാത്രമാണ്. അങ്ങനെ സംശയം നേരെ ഈ സ്ത്രീയിലേക്കാണ് പോയത്. ഇവരുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ തലേ ദിവസം വരെ ഇവർ കാമുകനുമായിട്ട് നിരന്തരം മെസ്സേജുകളായിട്ടും സംഭാഷണമായിട്ടും ഫോൺ കോളുകൾ മുഖാന്തരവും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ ഇവരെ പിടികൂടുന്നു, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷമാണ് കാമുകനിലേക്ക് പോലീസ് എത്തുന്നത്. ഇയാൾ ഒളിവിൽ പോയിരുന്നു, കൊണ്ടേവീട്ടി ഗോപി എന്നറിയപ്പെടുന്ന ഈ വ്യക്തി. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 2 പേരെയും. കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾക്കായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നുണ്ട്. ഭർത്താവിനെ ഇല്ലാതാക്കാൻ ഭാര്യ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു
ജേണറിലുള്ള പല ക്രൈമുകൾ കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ പോലും കേരളത്തിൽ പോലും നടക്കുന്നു. പക്ഷേ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ജ്യൂസ് സൂപ്പിയെ കുറിച്ചാണ്. നമ്മൾ ജ്യൂസ് കൊടുത്ത് കാമുകനെ വധിച്ച ഗ്രീഷ്മ നിയമപരമായിട്ട് ഷാരോണിനെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷം മേഘാലയയിൽ ഹണിമൂൺ മർഡർ എന്ന് പറയുന്ന ഒരു കൊലപാതകം നടന്നു. അതെ 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 രാജാ രഘുവംശി എന്നറിയപ്പെടുന്ന ഒരു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ബിസിനസ്സുകാരനെ മേഘാലയയിൽ ഹണിമൂൺ യാത്രയ്ക്കിടെ സോനം എന്ന് പറയുന്ന ഇവരുടെ ഭാര്യ കാമുകനെ കൊണ്ട് കൊലപ്പെടുത്തി. അത് വളരെ ഇന്ത്യയിൽ ഉടനീളം വലിയ വിവാദമായ ചർച്ചയായ ഒരു സംഭവമാണ്. അത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനാണ് ഒരു മനുഷ്യനെ കുരുതി കൊടുത്തുകൊണ്ട് തങ്ങൾ ഇവരുടെ ഇഷ്ടത്തിന് പിന്നാലെ പോകുന്നത്? എന്നെങ്കിൽ അദ്ദേഹത്തെ തുറന്നു പറയാം, എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇനി താല്പര്യമില്ല, നിങ്ങളോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതം എനിക്ക് തുറന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങളൊന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഒരുപക്ഷെ വൈകാരികമായിട്ടൊരു മനുഷ്യൻ പ്രതികരിക്കും. പക്ഷേ യാഥാർത്ഥ്യം പരസ്പരം വേർപിരിയാനാണ് താല്പര്യമെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കരുത്, അത് ഉടനെ അങ്ങ് ചെയ്തേക്കണം. അല്ലാതെ ഒരു പരസ്പരം കൊന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകരുത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിലും പറയാനുള്ളൂ. ശരി.